സൂപ്പറാ. ബീഫ് ഫ്രൈൻ്റെ ഫൈനൽ ഡെക്കറേഷന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ഉള്ളത്. ഗൈസ് ഇത്രയേ ഉള്ളൂ. ഏകദേശം കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ 2-2.5 പ്ലേറ്റ് ബീഫ് അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ കറി വെച്ചതാട്ടോ. കറി വെച്ചതിൻ്റെ ബാക്കി എത്രയാണ്. കറുത്ത് വരും. തേങ്ങ ഇതിൽ കുറച്ച് വറുത്ത് വിട്ടിട്ടുണ്ട്. കുറച്ച് വറുത്ത് വിട്ടിട്ടുണ്ട്. തേങ്ങാക്കൊത്ത് തേങ്ങാക്കൊത്തിട്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും. ബീഫ് ഫ്രൈക്കകത്ത് തേങ്ങാക്കൊത്ത് എടുത്ത് തിന്നെ നല്ല രസമാണ്. നിങ്ങളവിടെ ഉണ്ടാക്കലുണ്ട് അങ്ങനെ? ബീഫ് വാങ്ങലില്ല. അങ്ങോട്ടൊക്കെ ബീഫ് വാങ്ങല്ല. കൊയിലാണ്ടിയിലൊന്നും ബീഫില്ല. നാടൻ ബീഫ് ഫ്രൈ എന്ന് പറഞ്ഞിട്ട് നമ്മൾ കടയിലൊക്കെ പോയി കഴിഞ്ഞാൽ ഗൈസ് നമുക്ക് കിട്ടുന്നത് നല്ല കറുത്ത് നല്ല രസമായിട്ട് നല്ല മുരിമുരി. അതിൻ്റെ മേലെ കുറച്ച് പൊടിയൊക്കെ ഉണ്ടാവും അല്ലേ? ബീഫിൻ്റെ മേലെ കുറച്ച് പൊടി, ബീഫിൻ്റെ കഷ്ണത്തിൻ്റെ മേലെ പൊടിയൊക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു സ്റ്റൈലിൽ ആയി വന്നാലാണ് ഇത് സക്സസ് ആയെന്ന് പറയാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു കിലോ ബീഫ് മേടിച്ചതിനകത്ത് കുറച്ച് കറി വെച്ച് ബാക്കി വെച്ചതാക്കില്ല. കുറച്ച് ബാക്കി വെച്ചിട്ട് സാധനമാണ് നമ്മൾ ഇപ്പോൾ ബീഫ് ഫ്രൈ ആക്കാൻ വേണ്ടി പോകുന്നത്. ആശയുടെ അവരുടെ എന്നെ ഉണ്ടാക്കുന്നേ അമ്മ എന്നെ ഉണ്ടാക്കുന്നേ? ഇവനാകെ ചിക്കനെ അറിയത്തുള്ളൂ കേട്ടാ. എന്ത് എന്താ ഉണ്ടാക്കുന്നേ? ബീഫ്. ഇങ്ങോട്ട് നോട്ടെ, പല്ല നോട്ടെ. ബീഫ് തിന്നാനുള്ള പല്ലുണ്ടോ നോട്ടെ. അയ്യോ ഇതൊക്കെ എവിടെ പോയി അതിന്റെ പല്ലൊക്കെ? അയ്യോ നാളെ കുട്ടിയമ്പലത്തിൽ പോണ്ടേ? ഓട്ടോച്ച പോകുന്നുണ്ടല്ലേ ആശി? ഓട്ടോച്ച പോകുന്നുണ്ട്. ബീഫ് ഫ്രൈ എത്രയായി? ആയി വരുന്നുണ്ടല്ലേ? പണിയുണ്ടല്ലേ? കുറച്ച് പണിയുണ്ടല്ലേ ഇങ്ങനെ വഴക്കി എടുക്കുന്നല്ലേ? അപ്പൊ 100 രൂപ മേടിക്കുന്നതിന് കുഴപ്പമില്ലല്ലേ ഒരു പ്ലേറ്റിന്? നല്ല ടേസ്റ്റാ. നേരത്തെ കുളിച്ചല്ലേ? കുറെ നേരമായി തുടങ്ങിയിട്ട്. മഴയൊന്നും ഇല്ല, അതുകൊണ്ട് ചൂടുണ്ടല്ലേ ആശുകൂട്ടാ? ഓ ആശുകൂട്ടൻ കാത്തു നിൽക്കല്ലേ ഇതും കൂടെ പൊറോട്ട അടിക്കണല്ലേ ആശുകൂട്ടാ? എന്നല്ലേ ആശുകൂട്ടാ വായി വരട്ടല്ലേ ആശുകൂട്ടാ? ഇവിടെ ബീഫ് ഫ്രൈ ആണല്ലേ? നേരത്തേക്കല്ലേ ഉള്ളൂല്ലേ? നമ്മൾ കറി വെച്ചില്ലേ? കറി വെച്ചു. കറിയുണ്ട് കറി. ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ പീസും തിന്നാൻ തോന്നും. അതാ ഏറ്റവും ഒരു പ്രത്യേകത. കറുത്തല്ലേ? റെഡിയാവാനായി ഗൈസ്. കളർ കണ്ടോ ഗൈസ്? ഒരു കഷ്ണം ബീഫും ഒരു കഷ്ണം പൊറോട്ടയും മടക്കി വെച്ച് അടിപൊളിയായിട്ട് അല്ലേ? സ്മെല്ല് നല്ല സ്മെല്ലുണ്ട് ഗൈസ്. എന്തൊക്കെയാണ് ചേർത്തേക്കണേ? വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ഉള്ളി. വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് അല്ലേ? വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ഉള്ളി. ചെറിയുള്ളിയാണെങ്കിൽ കുറച്ചും കൂടി സൂപ്പർ ആവും അല്ലേ? തേങ്ങാക്കൊത്തും. ഇതാണ് നാടൻ ബീഫ് ഫ്രൈ എന്നും പറഞ്ഞിട്ട് നമ്മുടെ നാട്ടിലൊക്കെ കിട്ടുന്ന കേട്ടാ. ആശി അതാരാ? ആശി അതാരാ? ചിഞ്ചോങ്ങും മക്കളും. എത്ര പിള്ളേരുണ്ട്? എത്ര പേര്? ആണോ? ഓഹോ. ആഷിക്കുട്ടൻ്റെ മുടി ഉണ്ടല്ലോ, ഇവന്റെ ഒരു കാര്യം പറയട്ടോ. ഇവന് ബാർബർ ഷോപ്പിൽ വരൂല, മുമ്പം കരച്ചിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ തന്നെയാണ് വീട്ടിൽ മുടി മുറിച്ച് കൊടുക്കുന്നത്. അപ്പോൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ മുറിച്ചാണ്. അപ്പോൾ ഇവൻ ഇരുന്നും തരത്തില്ല, അത് ഏറ്റവും വലിയ സംഭവം.
എന്നാലും ഏകദേശം ഈ രൂപത്തിൽ ബോച്ചെ സ്റ്റൈലിൽ ആക്കി വെച്ചിട്ടുണ്ട്. ചെമ്മണ്ണൂർ ബോച്ചെ അല്ലേ? ബോച്ചെ സ്റ്റൈൽ അല്ലേ ഇത്? നോക്കട്ടെ, കാണിച്ചു കൊടുത്തേ. ഒരാൾ നോക്കുന്നു. ഇത് ചിങ്ചോങ്. ഞാനിവന് ചൈനക്കാരൻ്റെ മുഖമായതുകൊണ്ട് ഇവന് ചിങ്ചോങ് എന്നാണ് പേരിട്ടേക്കുന്നത്. ഒരുത്തൻ താഴെ ചാടിപ്പോയി. ഒരാൾ ഇവിടെ ഇരിപ്പുണ്ട്. അവനിപ്പോൾ ചാടും, പേടിയാണ്. നമ്മുടെ പൂച്ചയൊന്നും അല്ല, പക്ഷെ നമ്മളിതിനെ ഇവിടെ വരുന്നതുകൊണ്ട് ഭക്ഷണം എല്ലാം കൊടുക്കും. അതുകൊണ്ട് ഇവിടെ ഈ നമ്മുടെ വിറക് വെക്കുന്നിടത്ത് പ്രസവിച്ച് കുഞ്ഞുങ്ങളെയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിയേക്കാണ്. ആ ഒരുത്തന് ഇവിടെ ഓടിക്കണം. നമ്മളെ കാണുമ്പോൾ പേടിയാണ് അല്ലേ ആശുട്ടാ? എന്ത് ചെയ്യണ്ടേ? എണ്ണ ഇങ്ങനെ വറ്റണോ? എണ്ണ തെളിഞ്ഞു വരുന്നുണ്ടല്ലേ? അതിൻ്റെ എന്നാ സൂചന? എണ്ണ തെളിഞ്ഞു വരുന്നതിൻ്റെ സൂചന എന്നാ? മൊത്തത്തിൽ കോമഡിയാണ് കഴിച്ചത് ഇവിടെ. നമ്മൾക്ക് അറിയില്ല, പക്ഷെ നമ്മളിത് ഇങ്ങനെ കൂടുതൽ ഇതാണ് കേട്ടോ. കൂടുതൽ ഡ്രൈ ആയി കഴിഞ്ഞാൽ രസം ഉണ്ടാവില്ല. ഓവർ ഡ്രൈ ആയ രസം ഉണ്ടാവില്ല. മതി ഒരു കരിഞ്ഞ ചോര ഉണ്ടാവും. നമുക്ക് ഇവിടെ വെച്ച് നിർത്താൻ കഴിച്ചു. നമുക്ക് സഹിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ വെച്ച് നിർത്തുകയാണ്. വേണമെങ്കിൽ ഇനി കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിലും കൂടുതൽ ഡ്രൈ ആക്കി എടുക്കാം, ക്രിസ്പി സ്റ്റൈലിലാക്കി എടുക്കാം. പക്ഷെ നമ്മൾ ഇവിടെ കൊണ്ട് നിർത്തുകയാണ്. നമുക്ക് ക്ഷമ കഴിഞ്ഞു. അപ്പോൾ അതുകൊണ്ട് ഇവിടെ വെച്ച് നമ്മൾ നിർത്തുകയാണ് കേട്ടോ. മൊരിഞ്ഞിരിക്കുകയാണ്. ഏകദേശം ആയിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇനിയിപ്പം കഴിപ്പിലോട്ട് പോകാം അല്ലേ ആശുട്ടാ? അല്ലേ? അപ്പോൾ നമുക്ക് കഴിക്കാം. ഇവർക്കുള്ള ഭക്ഷണം ആദ്യം കൊടുത്തിട്ടാ. 3 പേരും നന്നായിട്ട് കഴിക്കണ്ട. അമ്മ മാറിയിരിക്കുക. അമ്മ കുറച്ച് കഴിച്ച് പിള്ളേർ കഴിക്കട്ടെ കഴിച്ചിട്ടായിരിക്കും അല്ലേ? അപ്പം പിള്ളേർ കഴിക്കട്ടെ. നമ്മൾ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ അവർ ഓടും. അതുകൊണ്ട് ഞാൻ സൂം ചെയ്തിട്ട് എടുക്കുന്നത്. ആശുട്ടാ? അപ്പം ഇനിയിപ്പം നമുക്ക് കഴിക്കാം അല്ലേ ആശുട്ടാ? നമ്മളങ്ങോട്ട് ചെന്ന് അവർ ഓടൂലേ? അതുകൊണ്ട് നമുക്ക് ഇനിയും പോവാം അല്ലേ അകത്തോട്ട്? ഓക്കെ. ബീഫ് ഫ്രൈൻ്റെ ഫൈനൽ ഡെക്കറേഷന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ഗൈസ് ഉള്ളത്. ഗൈസ് ഇത്രയേ ഉള്ളൂ. ഏകദേശം കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണെങ്കിൽ 2-2.5 പ്ലേറ്റ് ബീഫ് അത്രയേ ഉള്ളൂ. പിന്നെ ഇത് നമ്മൾ കറി വെച്ചതാട്ടോ. കറി വെച്ചതിൻ്റെ ബാക്കി ഇത്രയാണ്. അപ്പോൾ അല്ലേ അശുട്ടാ? ഇത് കൂട്ടിയിട്ടാണ് നമ്മുടെ ഇനിയുള്ള പെട അല്ലേ? ചോറല്ല, പൊറോട്ട കൂട്ടിയിട്ട് തിന്നാം. ആയിക്കോട്ടെ. കറി കൂട്ടിയിട്ട് തിന്നാം. ഓക്കെ. ചിക്കൻ തിന്നാം. ചിക്കൻ ഇല്ലേ, ബീഫ് ഉള്ളൂ. ബീഫ് തിന്നാം, കറിയിൽ കൂട്ടിയിട്ട് തിന്നാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ ഗായ്സ്, ചൂട് പൊറോട്ടയും ബീഫ് ഫ്രൈയും ബീഫ് കറിയും അത് നമുക്കൊന്ന് അനുഭവിക്കാം. എന്തായാലും പെട്ടെന്ന് തട്ടിക്കൂട്ടിയ പരിപാടിയാണ്. ബീഫ് വീട്ടിലുള്ളത് നമ്മൾ തയ്യാറാക്കിയത് കേട്ടോ. അപ്പം നമുക്കിത് എങ്ങനെയാണ് ടേസ്റ്റ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇവർ കഴിച്ചതിന് ശേഷം അഭിപ്രായം പറയാം കേട്ടോ ഗൈസ്. സൂപ്പറാ? ആശിക്കോട്ടെ തന്നെ ആശിനെ ഉള്ളിയോടെ പോയി ആശി തിന്നടാ. ആശി എന്നിട്ട് പറഞ്ഞ എങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞേ. അച്ഛൻ മുറിച്ചു തരാം. അച്ഛൻ മുറിച്ചു തരാം കേട്ടാ. എങ്ങനെയുണ്ട് ബീഫോ? ഇത് തന്നെ കടിക്ക്. എന്ത് എന്താ കടിക്ക്? എങ്ങനെയുണ്ട്? സൂപ്പർ ഗുഡ്. അപ്പൊ എല്ലാവർക്കും വീണ്ടും കാണാം. അതുവരേക്കും ഗുഡ് ബൈ.